ചൂടൻ ചോറ്, നല്ല മഴ, നല്ല തേങ്ങ അരച്ച ചുട്ടരച്ച ചമ്മന്തി. അടിപൊളി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്താണ്. അപ്പോൾ അമ്മയുടെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് പ്രഭ. അപ്പോൾ അമ്മ, ഞാനിന്ന് ഇതിന് വേണ്ടിയിട്ട് ഇന്ന് പെരുമ്പാവൂരിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ട്, അതായത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ പെരുമ്പാവൂർ വരുമ്പോൾ, ഞാൻ പാലാരിവട്ടത്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ വരുമ്പോൾ ഞാൻ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു സാധനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്തേണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു വ്യത്യസ്തതയുള്ള ചമ്മന്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാമോ? പ്രധാനമായിട്ട് തേങ്ങ ആണ് ഇതിൻ്റെ ഇത്. അത് കൊത്തിയെടുത്ത് പീസാക്കിയിട്ടോ അല്ലെങ്കിൽ കനലുള്ള അടുപ്പുണ്ടെങ്കിൽ അത് ചിരട്ടയോട് കൂടിയിട്ട് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സ്റ്റൗവിൽ ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ചുട്ടെടുക്കുക ചെയ്യണം. അപ്പം അതല്ലേ നടക്കുള്ളൂ. സ്റ്റൗകളായിരുന്നു. അല്ല, പണ്ടൊക്കെ നമ്മൾ അടുപ്പുള്ള സമയത്ത് ഇതങ്ങനെ എടുത്തിടുക. ആ തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ കനലിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കും. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ചുട്ട് വരുമ്പം എടുത്ത് കൊത്തിയെടുത്ത് ആ ചിരട്ട കളഞ്ഞിട്ട് ആറാൻ വെക്കും. എന്നിട്ട് ചൂടാറുമ്പോൾ ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കൊത്തിയെടുത്തിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചുടാനാണ് നമുക്കിപ്പോൾ സാധിക്കുള്ളൂ, സ്റ്റൗ ആയതുകൊണ്ടേ. അതേസമയം പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് പുകയെടുപ്പാണല്ലോ. അന്നേരം അമ്മ ഇത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് എടുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. അതാണ് അമ്മ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ പപ്പടം കാച്ചുന്ന ഈ കോല് വെച്ചിട്ടാണ് ഈ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോർത്ത് വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇങ്ങനെ നിങ്ങളുടെ കൈ പൊള്ളാതെ ഇങ്ങനെ എടുക്കാം. പിന്നെ വേറൊരു രീതിയിലും ഇത് ചെയ്യാം. ഇത് സ്ലൈസ് ആയിട്ട് അങ്ങോട്ട് അരിയണം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഓവനിൽ നിർത്തി അത് ഇങ്ങനെ നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എളുപ്പമാണ്, അരയ്ക്കാനും എളുപ്പമുണ്ട്. ഓവനുള്ളവർക്ക് എളുപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത് കേട്ടോളൂ. അപ്പോൾ ഈ നമ്മൾ ഫ്ലാറ്റ് ജീവിതവും വളരെ ഫാസ്റ്റ് ലൈഫായിട്ടുള്ള നമ്മളുടെ വർക്കിംഗ് വിമൻസിന് ഈ പറഞ്ഞൊരു മെത്തേഡായിരിക്കും കേട്ടോ നല്ലത്. കാരണം വെച്ചാൽ സ്ലൈസായിട്ട്, വളരെ സ്ലൈസായിട്ട് അരിയാം. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്കെ മാർക്കറ്റിൽ സ്ലൈസ്ഡ് ആയിട്ടുള്ള തേങ്ങ വരും. അത് അങ്ങനെ തന്നെ നിങ്ങൾ ഓവനിലേക്ക് വെച്ചിട്ട് ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ കരിയാതെ നിങ്ങളത് ചുട്ടെടുക്കണം. അപ്പോൾ തേങ്ങ ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. ഇതൊരു ലൈറ്റായിട്ടൊരു ബ്ലാക്ക് കളർ വരും അല്ലേ ഇത് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? പിന്നെ വേണ്ടത് ഉപ്പ്, അറിയാമല്ലോ, ഉപ്പ്. പിന്നെ പുളി. ഉപ്പ് പക്ഷെ നോക്കൂ, ഇത് ഉപ്പ് കല്ലാണ്. ഉപ്പ് കല്ല് ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത്. കറികൾക്കെല്ലാം ഉപ്പ് കല്ലാണ് നല്ലത്. പൊടി ഉപ്പ് ഇടുന്നേക്കാളും ടേസ്റ്റ് വരാൻ നല്ലത്. ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയാണ് ശരിക്കും ഉപ്പ് കല്ലാണ്. പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ വച്ചൂന്നേ ഉള്ളൂ. മുളക് ഇത് വലിയ എരിവില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് കാന്താരി മുളകാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷെ കാന്താരി മുളക് ഇപ്പോൾ എല്ലായിടത്തും കിട്ടിയത് ഇവിടെ കുറച്ചേ ഇപ്പോൾ കിട്ടിയുള്ളൂ, ഉണ്ടായി വരണുള്ളൂ. മഴ കഴിഞ്ഞിട്ട് അത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മളിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാന്താരി മുളക് ഉള്ളവർക്ക് ഏറ്റവും നല്ലത്, അല്ലാത്തവർ നമ്മൾ സാധാരണ പച്ചമുളക് എരിവില്ലാത്തതോ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. വറ്റൽമുളകും പൊള്ളിച്ചെടുക്കാം, ചുട്ടെടുക്കാം.
ഇപ്പം ഞാൻ ഈ കാന്താരി കിട്ടിയത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിൽ വറ്റൽമുളക് ചുട്ടെടുത്തിട്ട് വിചാരിച്ചു വറ്റൽമുളകാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. വറ്റൽമുളക് 2 ഇതുപോലത്തെ പച്ചമുളകും കൂടെ ഇട്ട്, പച്ചമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഞ്ചിയും ഇതിന് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയുടെ സ്വാദ് അതിനകത്ത് നന്നായിട്ട് ഏറി നിൽക്കണം. അപ്പോൾ അത് നമുക്ക് ദഹനത്തിന് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ഈ കാന്താരി മുളകോ അല്ലെങ്കിൽ ഈ ഒരു പച്ചമുളകോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി നന്നാക്കിയത്, ഇഞ്ചി, അതുപോലെ തന്നെ പുളി, വാളംപുളി, പിന്നെ ഈ ഉപ്പ് കല്ല്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജനറേഷനിലുള്ളവർക്കൊക്കെ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങ ആ സ്ലൈസ് ചെയ്ത മെത്തേഡായിരിക്കും നമുക്ക് കുറച്ചുകൂടി നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. അത് ഉണക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് പൊടിച്ച പോലെ വരും. അപ്പം നല്ല ഒരു ഫൈനായിട്ട് കുറച്ചും കൂടിയും വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പിന്നെ കരിവേപ്പില നല്ല ഫ്രഷായിട്ട് കരിവേപ്പില 2 തണ്ട് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ആ കരിവേപ്പിലയുടെയും ടേസ്റ്റ് ഏറി എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്നിനൊന്ന് മെച്ചമായിട്ട് അതിൽ ഏറി. അത് പക്ഷേ അതിൻ്റെ ആ പാകം അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര പറഞ്ഞാലും ഇതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പാകമുണ്ട് എല്ലാത്തിനും. ആ പാകം എങ്ങനെയാണെന്നുള്ളത് അമ്മമാർ തന്നെ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇതുപോലത്തെ മുളക് പരമാവധി ഉപയോഗിക്കാറില്ല ഞങ്ങൾ. കാരണം ഇപ്പം ഈ സീസണിൽ കിട്ടാത്തതുകൊണ്ട് കാന്താരി കിട്ടുമെന്ന് സംശയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ച് വെച്ചതാണ്. ഇതിന് എരിവില്ലാത്തതാണ്. നല്ല എരിവുള്ള കാന്താരി തന്നെയാണ് ഇതിന് നല്ലത്. പിന്നെ 2 ചുട്ട മുളകും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചുട്ടെടുത്ത മുളക്. ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമുക്ക് ഏറ്റവും നല്ലത് അടുപ്പാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അടുപ്പില്ലാത്തവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഗ്യാസിൻ്റെ ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പുറം മുഴുവൻ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഈ അകവും കൂടെ ഒന്ന് പൊള്ളിക്കാൻ നമുക്കിത് കമത്തി പിടിച്ചിട്ട് ഒന്നുകൂടെ ചെയ്യാം. അതിനുശേഷം ഉള്ളിയും മുളകും എല്ലാം ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് അല്ലെങ്കിൽ ചുട്ട് എടുക്കണം. ഇതാണ് അതിൻ്റെ ചുട്ടെടുത്ത ഇത്. ഇത്രയും ചുട്ടെടുക്കണം. ഇനി അടുത്ത് നമ്മൾ ചെറിയുള്ളി, നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഈ പച്ചുള്ളിയേക്കാളും ഭയങ്കര സ്വാദാണ് നമ്മുടെ ഈ ചെറിയുള്ളി ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇത് 1 by 1 ആയിട്ട് ഈ പപ്പട ഇത് കോരിയിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ലൈറ്റായിട്ട് ചുട്ടെടുക്കും. സൂക്ഷിക്കണം, കൈ പൊള്ളാതെ സൂക്ഷിക്കണം. മുളക് ചുടുമ്പോൾ ചെറിയ തീയാട്ടോ വയ്ക്കാവുള്ളൂ. പെട്ടെന്നാവണ കാരണം സൂക്ഷിച്ച് വേണം. നമ്മൾ ഈ വറ്റൽമുളകിൻ്റെ കാര്യം തുടക്കത്തിൽ നമ്മളിത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഈ വറ്റൽമുളക് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണെങ്കിൽ പോലും അതിനും ഒരു സ്വാദ് നന്നായിട്ട് കിട്ടും. അപ്പോൾ വറ്റൽമുളക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വാദ് നന്നായിട്ട് കൂടും. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്രയും സാധനം കൊണ്ട് നല്ലൊരു ചമ്മന്തി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അത് ആദ്യം നമുക്ക് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടണം. നല്ല ചതച്ച് അരയ്ക്കാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ഒന്ന് കൈ മുറിക്കരുത്. കനം കൂടുന്നുണ്ട്, കനം കുറച്ച് ശരിയല്ലേ, നല്ല അരയ്ക്കാൻ എളുപ്പമുണ്ട്. ഉള്ളി 2 ആക്കിക്കോ. 2 ആക്കിയാൽ മതിയോ? അത് അരയ്ക്കാൻ പ്രശ്നമല്ല. അതുകൊണ്ട് അമ്മ ഈ ചമ്മന്തി അരയ്ക്കുമ്പം അമ്മിക്കല്ലിൻ്റെ ചെറിയ കല്ലിൻ്റെ അറ്റം കൊണ്ട് ഈ ആ തേങ്ങയുടെ മുകളിൽ ഇങ്ങനെ ഇടിച്ച് ചതച്ചെടുത്താണ് മുത്തശ്ശി ചെയ്ത്. ഇപ്പോൾ ഒരുവിധം നമ്മൾ തിൻ സ്ലൈസാക്കി തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കാൻ എളുപ്പമാണെന്നാണ് പറയണത്. അത് പ്രത്യേകിച്ച് അമ്മിക്കല്ലിൽ. അപ്പോൾ നമുക്ക് അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം. അത് ഈ തേങ്ങ തന്നെ അങ്ങ് ചതച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, മുളകിൻ്റെ തെറിക്കലൊന്നും മേലേക്കൊന്നും തെറിക്കാണ്ടിരിക്കും. അപ്പോൾ തേങ്ങ ചതച്ച് മാറ്റിയാൽ പിന്നെ അരയ്ക്കാൻ എളുപ്പമാണ്. ബാക്കിയെല്ലാം ഒതുങ്ങി അരയ്ക്കുന്നതാണ്. ഇത് തെറിക്കുകയൊക്കെ ചെയ്യും ചതയുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ പതുക്കെ
അപ്പോൾ നമ്മുടെ ഉപ്പും മുളകും ഇടുക. ഉപ്പും മുളകും, മുളക്, ഉപ്പ്, ഇഞ്ചി ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇഞ്ചിയും അല്ല ഈ മുളകും ഉപ്പും കൂടെ ഇടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മുറിഞ്ഞ് വരാൻ എളുപ്പമുണ്ട്. ഈ അരയുമ്പോഴേ ഇങ്ങനെ അരയ്ക്കുമ്പോൾ വേഗം അങ്ങോട്ട് അരയ്ക്കും. കണ്ടോ ആ തരുതരിപ്പ് കാരണം. നല്ല വാസന. എപ്പോൾ തന്നെ ഊണ് കഴിക്കാൻ തോന്നും ഇതിൻ്റെ വാസന കേട്ടാൽ. ഇതും മോരും ഉണ്ടെങ്കിൽ പിന്നെ ഊണിന് ഉണ്ട്. അപ്പോൾ പുളിയെല്ലാം അതിൻ്റെ കൂടെ കൂടി പച്ചമുളകും എല്ലാം കരിവേപ്പില എല്ലാം ചേർന്നു നല്ല വാസന, എല്ലാത്തിൻ്റെയും കൂടെ വാസന വരുന്നുണ്ട് അല്ലേ? അതെ അതെ, കരിവേപ്പിലയുടെ മണമാണ് ഏറി നിൽക്കുന്നത്. കരിവേപ്പില നല്ല ദഹന ശക്തിയുള്ളത്, പച്ചമുളക് ശരീരത്തിന് കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഉണക്കമുളകിനേക്കാളും. ചമ്മന്തി റെഡി ആയിട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നല്ല ചൂടൻ ചോറ്, നല്ല മഴ, നല്ല തേങ്ങ അരച്ച ചുട്ടരച്ച ചമ്മന്തി ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയിട്ട് അടിപൊളി. അപ്പോൾ തേങ്ങ ചുട്ട് ഞാനിനി സംസാരിക്കുന്നില്ല. കൂടുതലും നമ്മളുടെ ഡെമോൺസ്ട്രേഷനിലേക്കാണ്, എൻ്റെ യോഗ ഡെമോൺസ്ട്രേഷൻ പോലെ ഇനി എൻ്റെ പ്രാക്ടിക്കലാണ് കൂടുതൽ. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക് യു. ഞാൻ താങ്ക് യു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ വളരെ എളുപ്പമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റൗലെസ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾക്ക് അമ്മിക്കല്ലിലൊക്കെ അരച്ച് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എനിക്ക് തോന്നുന്നു ഈ അമ്മമാരുടെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് നമ്മളിലേക്കൊക്കെ എത്തുമ്പോൾ എത്രത്തോളം നമ്മളുടെ ഒരു മെഷീനിലേക്ക് പോയി അതിൻ്റെയൊക്കെ കൈപുണ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആ മിക്സിയിൽ അരച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പാലാരിവട്ടത്തു നിന്ന് പെരുമ്പാവൂർ വരെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ആ ഒരു ഇതെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ആ ഉപ്പുകല്ലിൻ്റെയൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് അത് ഭയങ്കര ഒരു വളരെ പവർഫുള്ളായിട്ട് തന്നെ നമുക്കിതിനകത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ നമുക്ക് ആരോഗ്യപ്രദമാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊന്നും ഒരു കുക്ക്ഡായിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ തേങ്ങയുടെ നല്ല ന്യൂട്രീഷ്യസ് വാല്യൂവും അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചി അത് വയറിന് ദഹനത്തിനും വളരെ നല്ലതാണ്, കറിവേപ്പിലയും നല്ലതാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയാൽ മതി. അങ്ങനെ നമ്മളുടെ ആ ആരോഗ്യവും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം.